സിറിയ പൂർണ്ണമായും പിടിച്ചെടുത്തുവെന്ന് വിമതർ. ഏകാധിപത്യം അവസാനിപ്പിച്ചുവെന്നും സ്വതന്ത്ര രാജ്യമായെന്നും പ്രഖ്യാപനം. പ്രസിഡന്റ് രാജ്യം വിട്ടെന്നും അവകാശവാദം. ഡമാസ്കസിലടക്കം ബാഷർ അൽ അസദിന്റെ പ്രതിമ തകർത്തു. പാലോട് ആത്മഹത്യ ചെയ്ത ഇന്ദുജയെ മർദ്ദിച്ചത് ഭർത്താവിന്റെ സുഹൃത്ത്. മരണത്തിന് 2 ദിവസം മുൻപ് ഭർത്താവും സുഹൃത്തും കസ്റ്റഡിയിൽ. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക്. മതാടിസ്ഥാന വാട്സപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ കെ ഗോപാലകൃഷ്ണൻ പറയുന്നത് പെരും നുണകളോ? പ്രതിക്കൂട്ടിലാക്കി പോലീസ്. ഗോപാലകൃഷ്ണന്റെ പ്രവർത്തികളിൽ ദുരൂഹതയെന്ന് റിപ്പോർട്ട്. ഹാക്കിംഗ് തെളിയിക്കുന്ന തരിമ്പ് തെളിവ് പോലുമില്ലെന്നും പോലീസ്. ADM നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി പോലീസ്. പരാമർശം കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ. ഗുരുവായൂർ അമ്പലനടയിൽ താരിണിക്ക് താലികെട്ടി കാളിദാസ് ജയറാം. വിവാഹത്തിനെത്തി സുരേഷ് ഗോപി അടക്കമുള്ള പ്രമുഖർ. ഇന്ത്യ സഖ്യത്തെ നയിക്കാമെന്ന മമതയുടെ ഓഫർ നിരസിച്ച് കോൺഗ്രസ്. മമതയുടേത് സ്വയം ഉയർത്തിക്കാണിക്കാനുള്ള ശ്രമമെന്ന് മറുപടി. മമതയെ പിന്തുണച്ച് ശരത് പവാറും സമാജ്വാദി പാർട്ടിയും. നേതാവാകാമെന്ന മമതയുടെ വാഗ്ദാനം ന്യൂസ് 18 വേദിയിൽ. മധു മുല്ലശ്ശേരി വർഗീയവാദി എന്ന് തിരിച്ചറിയാൻ വൈകിയെന്ന് വി ജോയ്. പാർട്ടി ക്ലാസുകൾ മധു ഉൾക്കൊണ്ടില്ല. CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ന്യൂസ് 18 Q18 അഭിമുഖത്തിൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെട്ടിമാറ്റിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. തടസ്സ ഹർജി നൽകിയത് ആരെന്ന് വ്യക്തമാക്കാതെ വിവരാവകാശ കമ്മീഷൻ. തടസ്സ ഹർജി തീർപ്പായ ശേഷം മാത്രമേ പേജുകൾ വിടാനാകൂ എന്നും കമ്മീഷൻ. അഡലേഡ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ പൊരുതുന്നു. ഋഷഭ് പന്തിന്റെ വിക്കറ്റും നഷ്ടമായി.